ഇതിൽ പ്രതിപക്ഷത്തിനൊരു സുവർണാവസരമാകുമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടികൂടുന്ന സാഹചര്യമാകുമ്പോൾ, ഉണ്ണികൃഷ്ണൻ പോറ്റി ചോദ്യമുനയിലേക്ക് എത്തുമ്പോൾ ഇപ്പോൾ പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. കെ ടി ശങ്കരൻ ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതി നിർദ്ദേശിച്ച ജഡ്ജി, റിട്ടയർഡ് ജഡ്ജിയാണ് ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഈ സ്വർണത്തിൻ്റെ കണക്കെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര സ്വർണം അവിടെയുണ്ട്, ഇൻവെൻട്രി എത്രയാണ് തുടങ്ങിയ വിവരങ്ങളെക്കുറിച്ച്. ഈ ചോദ്യത്തിൽ സർക്കാർ ഇപ്പോൾ പ്രതിരോധത്തിലാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രതിപക്ഷത്തിനോടും ചില ചോദ്യങ്ങളുണ്ട്. ഞാൻ അവിടെ നിന്ന് തുടങ്ങാം. അതിനുശേഷം എന്തായിരിക്കാം സംഭവിക്കാൻ സാധ്യതയുണ്ടാവുക, നിലവിൽ നമുക്ക് ലഭിച്ച വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് വിശകലനം ചെയ്ത് നോക്കുകയും ആവാം. ആദ്യം പ്രതിപക്ഷത്തോടുള്ള എൻ്റെ ചോദ്യം ഇതാണ്. ഈ 1999 വിജയമല്യ ഈ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൊതിയാൻ വരുമ്പോൾ അന്ന് ഇ കെ നായർ സർക്കാരാണ്. അന്ന് ഇ കെ നായർ സർക്കാരിൻ്റെ, ഇടതു സർക്കാരിൻ്റെ കാലത്താണ് ഇത് സ്വർണം പാകുന്നത്. അതിനുശേഷം അധികാരത്തിൽ വരുന്നത് UDF സർക്കാരാണ്. അത് എ കെ ആന്റണി സർക്കാർ, പിന്നീട് ഉമ്മൻചാണ്ടി. അന്ന് ജി കാർത്തികേയനായിരുന്നു ദേവസ്വം വകുപ്പ്. അന്ന്, അതായത് സ്വർണം പാകിയതിനു ശേഷം ആദ്യം വരുന്ന UDF മിനിസ്ട്രിയിൽ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിക്കോ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ 99 എത്ര സ്വർണ്ണമാണ് പാകിയത് എന്നതിൻ്റെ ഒരു കണക്ക് പറയാൻ കഴിയുമോ? ഇൻവെന്ററി കാണും എന്നല്ലേ? നിലവിൽ ഇതുവരെയും ആ ഇൻവെന്ററി തന്നെ കാണാനില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ ഇൻവെന്ററി തന്നെ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. ഈ ഇൻവെന്ററി എന്നാണ് മിസ്സായത്? അതാണ് ചോദ്യം. ഈ ഇൻവെന്ററി എന്ന് മുതൽ മിസ്സായി? ഈ ഇൻവെന്ററി 99 തന്നെ മിസ്സായോ? 2001, 2006 UDF സർക്കാരിൻ്റെ കാലത്ത് മിസ്സായോ? അതിനുശേഷം വരുന്ന VS അച്യുതാനന്ദൻ്റെ കാലത്ത്, കടകംപള്ളി സുരേന്ദ്രൻ VS അച്യുതാനന്ദൻ്റെ കാലത്ത് ഇൻവെന്ററി മിസ്സായോ? G സുധാകരൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ. അതിനുശേഷം രണ്ടാമത്തെ UDF സർക്കാർ വരുന്നു. അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് VS ശിവകുമാറാണ്. ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നിരവധി അലിഗേഷനുകൾ ഉണ്ടായത് ആ സർക്കാരിൻ്റെ കാലത്താണെന്ന് ഓർമ്മിക്കണം. അന്ന് VS ശിവകുമാർ ദേവസ്വം ബോർഡിൻ്റെ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ ഇൻവെന്ററി ഉണ്ടോ? ഈ ഇൻവെന്ററിയിൽ VS ശിവകുമാർ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ ഈ ഇൻവെന്ററിയെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ അന്ന് നൽകിയിരുന്നോ? ശബരിമലയിലെ ഈ വിജയമല്യ പൂശിയ സ്വർണം എത്രയാണ് എന്നതിൻ്റെ കണക്ക് അന്ന് മന്ത്രിയായിരുന്ന VS ശിവകുമാറിന് ഓർത്തെടുത്ത് പറയാൻ കഴിയുമോ? അത് ഓർമ്മിച്ചെടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും അങ്ങനെ സ്വർണം അതിൽ പൂകിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദ്യത്തിന് മറുപടി ഇനിയും കിട്ടിയിട്ടില്ല. അല്ലല്ല, ഇൻവെന്ററി അതെപ്പോഴാണ് കോടതി അന്വേഷിച്ചത്? അതാണ് ഇൻവെന്ററി എപ്പോൾ മിസ്സായി എന്നല്ല, ഇൻവെന്ററി മിസ്സായിരിക്കുന്നു എന്നത് കോടതി ഇപ്പോൾ അതാണ്. ഇൻവെന്ററി ഉണ്ടായിരുന്നോ? ആ ഇൻവെന്ററി ഉണ്ടായിരുന്നോ? ആ ഇൻവെന്ററി തയ്യാറാക്കുന്നതിൽ 3 LDF സർക്കാരും 2 UDF സർക്കാരും ഈ കാലത്തിനുള്ളിൽ അധികാരത്തിൽ വന്നു. ഈ UDF സർക്കാരോ LDF സർക്കാരോ അങ്ങനെ ഒരു ഇൻവെന്ററി തയ്യാറാക്കിയിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ നമ്പർ 1. അങ്ങനെ ഇൻവെന്ററി തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇത്രയും വിവാദമാവുന്നത് 2019 അല്ല 2025 അല്ല 2019 ഇത് കൊണ്ടുപോകുന്ന സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ആരും അറിയുന്നില്ല. ആ 2019 ഇത് പൂശുന്ന സമയത്ത് പ്രതിപക്ഷമൊക്കെ ഈ വിഷയം സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡ് ഇങ്ങനെ ഇത് സാധനം കൊണ്ടുപോകുന്നു, തിരിച്ചവിടെ കൊണ്ടുവരുന്നു, കോവിഡിന് ശേഷമുള്ള ഒരു കാലം വരുന്നു, അതിനുശേഷം ഭക്തർ വരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നു. അപ്പോൾ ഇൻവെന്ററി എന്ന് മിസ് ചെയ്തു എന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഇൻവെന്ററി തന്നെ ഉണ്ടോ എന്നുള്ളതാണ്. അതിന് ഇനിയും ഉത്തരം കിട്ടിയിട്ടില്ല. അത് ഏത് കാലത്താണ് പോയിരിക്കുന്നത് എന്ന ചോദ്യത്തിന് ഈ കാര്യത്തിൽ കോടതി പറഞ്ഞ് അത് ഇൻവെന്ററി എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോഴാണ് ഇൻവെന്ററി കാണുന്നില്ല. അപ്പോൾ ഇൻവെന്ററി എന്ന് മിസ്സായി എന്ന് നമുക്കറിയില്ല. കോടതി പറയുന്നു ഇൻവെന്ററി മിസ്സിംഗ് ആണ്. പക്ഷേ അപ്പോഴും KTSന്റെ അന്വേഷണം നടക്കുകയാണ്. ഇനി സ്ട്രോങ് റൂമുകൾ പരിശോധിക്കണം. ഇൻവെന്ററി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്തിമമായി പറയേണ്ടത് ഈ KTS അന്വേഷണത്തിന് ശേഷമാണ്. അതുകൊണ്ട് നിലവിൽ ഇൻവെന്ററി ഉണ്ടോ, ഇൻവെന്ററി എന്ന് മുതൽ മിസ്സിംഗ് ആയി, ഈ കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിലില്ല. അങ്ങനെ മിസ്സിംഗ് ആയിട്ടുണ്ടെങ്കിൽ UDF സർക്കാരിൻ്റെ കാലത്താണോ മിസ്സിംഗ് ആയത്, LDF സർക്കാരിൻ്റെ കാലത്താണോ മിസ്സിംഗ് ആയത് എന്നതിൻ്റെയും ഉത്തരം നമ്മുടെ കയ്യിലില്ല. അതെല്ലാം KTSന്റെ അന്വേഷണത്തിന് ശേഷമേ മനസ്സിലാവൂ. അപ്പോൾ ആദ്യം അതിന് ഉത്തരവാദിത്വം മുൻപുള്ള 2 UDF സർക്കാരിനും അതിന് ശേഷം വന്ന 3 LDF സർക്കാരുകളുടെയും കാലഘട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാത് ദേവസ്വം ബോർഡുകൾക്ക് ഇതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ. ഇപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളെ കാണാനില്ല എന്നുള്ളത് സാധ്യത ഞാൻ പറയുന്നത്. ആ സാധ്യത മറച്ചു പറയണമെങ്കിൽ VS ശിവകുമാർ എന്ന് പറയണം. അന്നൊക്കെ ഇതിന്റെ ഇൻവെന്ററി കൃത്യമായി ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട്. ഇതുവരെ കേട്ടില്ലല്ലോ. അത് പറഞ്ഞാൽ തീരും. കൃത്യമായി പറയുള്ളൂ. ഇതുവരെ VS ശിവകുമാർ പറഞ്ഞിട്ടില്ല. കടകംപള്ളി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല? VS ശിവകുമാർ മറുപടി പറയണം. അതിനു മുമ്പ് G സുധാകരൻ പറഞ്ഞു എൻ്റെ സമയത്ത് കൃത്യമായ രേഖകൾ സൂക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ VS അച്യുതാനന്ദൻ്റെ കാലത്ത് പ്രതിപക്ഷം തന്നെ കോട്ട് ചെയ്യുന്നത് ഈ സുധാകരനെയാണെങ്കിൽ അതിനുശേഷം ഒരു സർക്കാരിലൂടെ വന്നിട്ടുണ്ടെന്നേ. അതാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലം. 2025 രേഖകൾ എവിടെയാണ് കാണാതെ പോയത്, ഏതു കാലം മുതൽ കാണാതെ പോയി എന്ന് കോടതി പറഞ്ഞിട്ടില്ല.
അതാണ് ഇനി കണ്ടെത്താനുള്ളത്. ഇനി അത് കാണാതായിട്ടുണ്ടോ എന്ന് തന്നെ KT ശങ്കരന്റെ അന്വേഷണത്തിന് ശേഷം പുറത്തു വരേണ്ട കാര്യമാണ്. അതാണ് ഒരു സാധ്യത. രണ്ടാമത്തെ പ്രതിപക്ഷത്തിനോടുള്ള ചോദ്യം എന്ന് പറയുന്നത് 4 കിലോ സ്വർണം എന്ന് പ്രതിപക്ഷം പറഞ്ഞത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്? ഒറ്റ കണക്കിന്റെ അടിസ്ഥാനത്തിലാണ്. 2019 കൊണ്ടുപോയത് 42 കിലോഗ്രാം ചെമ്പുപാളി. എന്നാൽ അത് നോക്കണം, അത് എപ്പോഴാണ് തിരിച്ചു കൊണ്ടുവരുന്നത്? തിരിച്ചു വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നതല്ല. തിരിച്ചു വരുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് 2025 മഹസർ രേഖപ്പെടുത്തിയിരിക്കുന്നത് 38 കിലോഗ്രാം സ്വർണം കമ്പനി കൊണ്ടുപോയതാണ്. അത് സ്വർണ്ണമാണ് എന്ന് എങ്ങനെയാ പ്രതിപക്ഷ ഇതാണ് എനിക്ക് ചോദ്യം. ഇതാണല്ലോ ജിമ്മി, ചോദ്യം ചോദിക്കാൻ ഒതുക്കൂ. അപ്പൊ പ്രതിപക്ഷം ഇന്നും പ്രതിപക്ഷം ആവർത്തിക്ക് 4 കിലോ സ്വർണ്ണം എന്നല്ലേ? 4 കിലോ സ്വർണം എന്ന് പ്രതിപക്ഷ നേതാവിന് ഈ കണക്ക് എവിടെ നിന്ന് കിട്ടി? നിലവിൽ നമ്മുടെ മുന്നിൽ 2 കണക്കുകളാണ് ഉള്ളത്. ആ കണക്കിൽ ഒന്ന് NJRന്റെ ജീവനക്കാരനായ ഒരു തൊഴിലാളി ഇന്ന് ദേവസ്വം വിജിലൻസിന് മുൻപാകെ നൽകിയിരിക്കുന്ന മൊഴി ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ മൊഴി? 800 ഗ്രാം സ്വർണ്ണമാണ് അതിൽ പതിച്ചിരിക്കുന്നത് എന്നാണ്. 2 ശില്പങ്ങളിലുമായി വിജയമല്യയുടെ കാലത്ത് 800 ഗ്രാം 400 വീതം ഓരോ ശില്പത്തിലും എന്ന അടിസ്ഥാനത്തിൽ 800 ഗ്രാം സ്വർണ്ണമാണ് പതിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 100 പവനാണ് പതിച്ചിരിക്കുന്നത്, 4 കിലോഗ്രാം അല്ല. പക്ഷേ എന്റെ കൺസേൺ അതല്ല, അത് 1 ഗ്രാം ആണെങ്കിൽ പോലും നഷ്ടപ്പെട്ടു പോകരുത്. ആ പാളിയിൽ തന്നെ 800 ഗ്രാം ഉണ്ട് എന്നാണ്. അത് 1 കിലോയിൽ താഴെ. ഇതിന്റെ മേൽനോട്ടം വായിച്ചാൽ പറയുന്നു 5 കിലോ പറയുന്നു. ശില്പി, അതായത് ജുവലറി ജീവനക്കാരൻ പറയുന്നത് 800 ഗ്രാം എന്നാണ്. അപ്പൊ ജുവലറിക്ക് ആയിരിക്കുമല്ലോ കാര്യമായിട്ട് കൃത്യമായിട്ട് കണക്കറിയുക. ഇനി വിജയമല്യയുടെ റിപ്പോർട്ട് പറയുന്നത്, അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ നിന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് 2.5 കിലോഗ്രാം വീതം ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സാധ്യത കുറവാണ്. കാരണം 1900 ചെമ്പ് പൊതിയാൻ വേണ്ടിയാണ് 30 കിലോഗ്രാം സ്വർണം ഉപയോഗിക്കുന്നത്. അപ്പോൾ കേവലം 42 കിലോഗ്രാം സ്വർണ്ണമുള്ള ചെമ്പുപാളി പൊതിയാൻ 5 കിലോഗ്രാം സ്വർണം ഒരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ല. അത് നിലവിലുള്ള വിദഗ്ധരും അങ്ങനെ തന്നെ പറയുന്നു. അപ്പോൾ 800 ഗ്രാം എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കൺവിൻസിംഗ് ആയുള്ള ഒരേ ഒരു മൊഴി. ഓർമ്മിക്കണം, ഇത് രേഖയല്ല, ഇത് ആ NJR ജീവനക്കാരൻ നൽകിയിരിക്കുന്ന മൊഴിയാണ്. അപ്പോൾ അതവിടെ വസ്തുതയായിട്ടുള്ളപ്പോൾ 800 ഗ്രാം എന്നുള്ളതിനെ 4 കിലോഗ്രാം സ്വർണം എന്ന രീതിയിലേക്ക് പർവ്വതീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഇനി ഇതൊക്കെയാണെങ്കിലും ഇനി എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക? ഞാൻ ഭയക്കുന്നതും ഒരുപക്ഷെ അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ സാധ്യതകളാണ് കേട്ടോ നമ്മൾ ഈ പറയുന്നത്. കാര്യം അന്വേഷണം അതിൻ്റെ ഒരു ഘട്ടത്തിൽ മാത്രമാണ്. ഈ 800 ഗ്രാം സ്വർണം 20 വർഷം കൊണ്ട് ഒരു കാരണവശാലും 1-2 പവൻ അതിൽ കുറഞ്ഞാൽ പോലും അതിൽ കൂടുതൽ നഷ്ടം വരാൻ സാധ്യതയില്ല. കാരണം ഇതിൻ്റെ എക്സ്പേർട്സ് തന്നെ പറയുന്നത് പടിയിൽ ചവിട്ടിപ്പോകുന്ന പടിയിൽ പോലും അത്ര വലിയ രീതിയിൽ തേയ്മാനം സംഭവിച്ചിട്ടില്ലെങ്കിൽ 2 ഭാഗത്തുമുള്ള ശില്പപാളിയിലെ സ്വർണം അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയില്ല എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ 800 ഗ്രാം സ്വർണം ഒരു 2-3 പവനൊക്കെ കുറഞ്ഞാൽ പോലും ഈ 100 പവൻ സ്വർണം എന്നുള്ളത് 90-98 പവൻ വേണം. പക്ഷേ ഇപ്പോൾ ആക്ച്വലി എത്രയാ കണക്കുള്ളത്? 2019 കണക്കായി നമ്മൾ 2025 മഹസറിൽ കാണുന്നത് 397 ഗ്രാം സ്വർണം എന്നാണ്. 397 ഗ്രാം എന്നാണ്. എന്ന് പറഞ്ഞാൽ അത് ഏകദേശം 50 പവന് തൊട്ട് താഴെ 49 പവനും കുറച്ചുകൂടി വരും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. പ്രതിപക്ഷത്തോടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: 2025 ഈ സ്വർണം പൂശുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനുവൽ ലംഘനം ഉണ്ടായിട്ടുണ്ടോ? ഒരേ ഒരു വീഴ്ച ഉണ്ടായിട്ടുള്ളൂ എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നു. അത് സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാഞ്ഞതാണ്. ആ വിവരം കോടതിയിൽ തന്നെ ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ 2019 കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറും മന്ത്രിയും പ്രസിഡന്റുമായിരിക്കുന്ന കാലത്തിൽ സംഭവിച്ചിരിക്കുന്ന വീഴ്ചയ്ക്ക് 2025 ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും എന്തിന് രാജിവെക്കണമെന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഒരു കാര്യം കൂടി പറയാം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഈ വളരെ കൃത്യമായ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇന്ന് PS പ്രശാന്ത് ആ കണക്ക് നമ്മുടെ മുന്നിൽ പറഞ്ഞു. ഇപ്പോൾ എത്ര സ്വർണ്ണം ഉണ്ടെന്നറിയോ ആ ദാരുശില്പത്തിൽ? അന്ന് 2019 ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് 2025 മഹസർ പ്രകാരം, 25 മഹസർ പ്രകാരം നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. കാരണം 2019 ഈ രേഖയൊന്നുമില്ല. എത്ര സ്വർണം 2019 ഈ ശില്പത്തിൽ ഉണ്ടായിരുന്നു, എത്ര സ്വർണം തിരിച്ചു കൊണ്ടുവന്നു, ഇത് കണക്കില്ല. അതാണല്ലോ കോടതി പിടിച്ചത്. രേഖയേ ഇല്ല. 2025 പക്ഷേ കണക്കുണ്ട്. 2025 സന്നിധാനത്ത് നിന്ന് ഈ സ്വർണം കൊണ്ടുപോകുമ്പോൾ, അഥവാ ചെമ്പുപാളി കൊണ്ടുപോകുമ്പോൾ 397 ഗ്രാം സ്വർണം ഉണ്ടായിരുന്നു. പക്ഷേ 397 ഗ്രാം സ്വർണം അപ്പടിയല്ല കൊണ്ടുപോയത്. 14 പാളിയിൽ 12 പാളി മാത്രമേ കൊണ്ടുപോയുള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൽ 282 ഗ്രാം സ്വർണമുള്ള 12 പാളികളാണ് ഈ 2025 സെപ്റ്റംബർ മാസത്തിൽ കൊണ്ടുപോയത്. അതിനുശേഷം ചെന്നൈയിൽ കൊണ്ടുപോയി പണി നടത്തി തിരിച്ചു കൊണ്ടുവന്നപ്പോൾ 10 ഗ്രാം സ്വർണം അധികമുണ്ടായി. കാര്യം അതാണ് നഷ്ടം സംഭവിച്ചത്. കൂടാതെ അത് മേക്ക് ചെയ്ത് 292 ഗ്രാം ആക്കി മാറ്റി. ഇപ്പോൾ ആ ദ്വാരപാലക ശില്പത്തിലുള്ളത് 407 ഗ്രാം സ്വർണ്ണമാണ് എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. അതാണ് ഇനി സ്ഥാപിക്കാൻ പോകുന്നത്. 407 ഗ്രാം സ്വർണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഒറ്റ ചോദ്യം ഇതാണ്: 397 ഗ്രാം 407 ഗ്രാം ആയിട്ട് മാറി. അതിലെങ്ങനെയാണ് PS പ്രശാന്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും തിരുവിതാംകൂർ ദേവസ്വം മന്ത്രിയും രാജിവെക്കുന്നത്? അവിടെ എവിടെയാണ് സ്വർണം നഷ്ടപ്പെട്ടത്? ഇതാണ് പ്രതിപക്ഷത്തോടുള്ള എൻ്റെ ചോദ്യം. പക്ഷേ ഈ ചോദ്യങ്ങളെ അപ്രസക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുള്ളത് 2019 സംഭവിച്ചിരിക്കുന്ന ഗുരുതര വീഴ്ചയാണ്. അവിടെ ഞാൻ ഭയക്കുന്ന ഒരു കാര്യം,
എത്ര ദിവസമാണ് എടുത്തതെന്നറിയാം ഉണ്ണികൃഷ്ണൻ പോറ്റി? 38 ദിവസം എടുത്തു ഇത് ചെന്നൈയിലെ കമ്പനിയിൽ കൊണ്ടുപോകാൻ എന്നുള്ളതാണ് കോടതിയുടെ നിരീക്ഷണത്തിലുള്ളത്. നമ്മൾ പറയുന്നതല്ല, കോടതി പറയുന്നത്. ഇത്രയും ദിവസം ഇത് എവിടെയായിരുന്നു? പക്ഷേ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത് അങ്ങനെയല്ല. 2 ആഴ്ചത്തെ കഷ്ടിച്ചുള്ള സമയം മാത്രമേ എടുത്തിട്ടുള്ളൂ, 2 വീക്കെൻഡുകൾ മാത്രമാണ് ഞാൻ എടുത്തത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. അതെന്തുമാവട്ടെ. പക്ഷേ നമ്മളിന്ന് വിദഗ്ധരോട് ചോദിക്കുമ്പോൾ വിദഗ്ധർ പറയുന്നത് ഈ സമയത്തിനുള്ളിൽ അവിടെ നിന്ന് കൊണ്ടുപോയ ഈ ചെമ്പുപാളി പൂർണ്ണമായിട്ടും മാറ്റി ഒരു പുതിയ മോൾഡ് ഉണ്ടാക്കി അതിൽ ഇതേ ഡിസൈനിൽ തന്നെ ചെമ്പുപാളി ഉണ്ടാക്കുക സാധ്യമാണോ? സാധ്യമാണ്. 10 ദിവസം കൊണ്ട് വേണമെങ്കിൽ പുതിയ മോൾഡിൽ ഒരു പുതിയ ചെമ്പുപാളി ഇതേ രൂപത്തിൽ, ഇതേ ആകൃതിയിൽ, ഇതേ ഡിസൈനിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ഈ ചെമ്പുപാളി പുതിയ മോൾഡ് ഉണ്ടാക്കി പുതിയ മോൾഡിൽ ചെമ്പ് പാളികളായി ഇറക്കി ആ ചെമ്പുപാളിയാണോ കമ്പനിയിൽ കൊണ്ടുപോയിരിക്കുന്നത്? ഇത് സാധൂകരിക്കുന്ന ഒരു മൊഴി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കമ്പനിയുടെ അഡ്വക്കേറ്റ് പറഞ്ഞിരിക്കുന്നതാണ്. പുതിയ ചെമ്പുപാളികളാണ് തങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അതിൽ ഒരു തരി സ്വർണം പോലും ഇല്ല എന്ന് കമ്പനി പറയുന്നു. അപ്പോൾ നമ്മുടെ സംശയം, നമ്മൾ ഭയപ്പെടുന്നത് ഇവിടെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ജൂലൈ മാസം 7-ാം തീയതിയാണെന്ന് തോന്നുന്നു അല്ലേ? ശുദ്ധമായ ചെമ്പാണ് കിട്ടിയിരിക്കുന്നത്. ഒരു കാരണവശാലും ക്ലാഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന ഈ സ്വർണത്തിൽ നിന്ന് അത് അതേപടി പറിച്ചു മാറ്റിയതിനു ശേഷം ഈ കമ്പനിയിൽ കൊണ്ടുപോയി കൊടുത്താൽ അതിന്റെ മോൾഡ് ഫിറ്റ് ആവൂല. 2 കാര്യങ്ങളാണ് സംഭവിക്കുക. ഇത് മഹേഷ് പണിക്കർ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്വർണം കൊണ്ടുപോയത് സ്വർണ്ണം അടക്കമുള്ള പാളിയാണ് കൊണ്ടുപോയത്. അതെ, എന്തായാലും അതല്ല അവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ കാരണമാണ് ഞാൻ ഈ പറയുന്നത്. അതിന് 2 സാധ്യതകളാണ്. ഒന്ന്, ആ ക്ലാഡ് അതിൽ നിന്ന് വേർതിരിച്ചെടുത്തതിന് ശേഷം, ക്ലാഡ് ചെയ്ത് പിടിച്ച ഗോൾഡ് പ്ലേറ്റിൽ നിന്ന് വേർതിരിച്ചെടുത്തതിന് ശേഷം ചെന്നൈയിലെ കമ്പനിയിൽ കൊണ്ടുപോയാൽ അതേപോലെ പൂർണ്ണമായിട്ടും ഗോൾഡ് പ്ലേറ്റ് ചെയ്യാൻ കഴിയില്ല. കാര്യം അതിൻ്റെ മോൾഡിലുള്ള അതിൻ്റെ ശില്പഭംഗി അതിന് നഷ്ടപ്പെടും, അതിന് ഡിസൈൻ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. കാര്യം ഇതിൽ പുറത്ത് ഗോൾഡാണല്ലോ വെച്ചിരിക്കുന്നത്. ആ ഗോൾഡ് അതിന് പിന്നിൽ മോൾഡ് ചെയ്താണ് പിടിപ്പിച്ചിരിക്കുന്നത്, ക്ലാഡ് ചെയ്താണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗ് നടക്കുന്ന സമയത്ത് അതിൻ്റെ വലുപ്പത്തിൽ വ്യത്യാസം വരും. അപ്പോൾ അതിന് കൃത്യമായ ഡിസൈൻ കിട്ടില്ല. അതൊന്ന്. 2ാമത്തെ കാര്യം, അത് തന്നെ വേർതിരിച്ചെടുക്കുക വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. അങ്ങനെ വേർതിരിച്ചെടുക്കാനേ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നെ ആശങ്കപ്പെടുത്തുന്നത് നഷ്ടപ്പെട്ട 40-50 ഗ്രാം സ്വർണത്തിനും അപ്പുറത്തേക്ക്, 50 പവൻ സ്വർണത്തിനും അപ്പുറത്തേക്ക് ആ ചെമ്പുപാളി, ആ ശ്രീകോവിലിൽ വെച്ചിരിക്കുന്ന ചെമ്പുപാളിയുടെ ഫ്രെയിം അപ്പടി തന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി മറ്റേതെങ്കിലും പുതിയ മോൾഡ് ഉണ്ടാക്കി പുതിയ ചെമ്പുപാളിയായി അവിടെ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ആ പഴയ ചെമ്പുപാളി ഇന്നലെ ചർച്ചയിൽ ഞാൻ പറഞ്ഞതുപോലെ ആരുടെയോ വീട്ടിലെ ഒരു പുലിപ്പാലായി ഒരു സ്വപ്നമായി അവശേഷിക്കുകയും അതിന് വിലമതിക്കാനാവാത്ത പ്രതിഫലം കൈപ്പറ്റിയിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. അതല്ലാതെ ഇത് കേവലം സ്വർണ്ണനഷ്ടത്തിൻ്റെ വിഷയം മാത്രമായിട്ടല്ല ഞാൻ കണക്കാക്കുന്നത്. 4 കിലോഗ്രാം സ്വർണം എന്നുള്ളത് അസംബന്ധമാണ്. നഷ്ടപ്പെട്ടിരിക്കുന്നത് 50 പവൻ സ്വർണ്ണമാണ്. ആക്ച്വലി ഏറ്റവും ഒടുവിൽ ആ ജുവലറി ജീവനക്കാരൻ്റെ മൊഴി വിശ്വസിക്കുകയാണെങ്കിൽ. പക്ഷേ അതിനേക്കാൾ ഏറെ ആശങ്കപ്പെടുത്തുന്നത് ആ ചെമ്പ് ഫ്രെയിം തന്നെ, പാളി തന്നെ പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. അതിൽ ഇപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പോലെ CBI അന്വേഷണം ആവശ്യമുണ്ടെന്നുള്ളതാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടെന്നാൽ ഇതിപ്പോൾ സംസ്ഥാനാനന്തര വിഷയമായി മാറിയിട്ടുണ്ട്. കർണാടകയിൽ, ആന്ധ്രാപ്രദേശിൽ, തമിഴ്നാട്ടിൽ, കേരളത്തിൽ പലയിടങ്ങളിൽ ഇത് കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ട്. പലയിടങ്ങളിലുള്ളവർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിലൊരു CBI അന്വേഷണം വന്നാൽ എന്താ സർക്കാരിന് ബുദ്ധിമുട്ട്? CBI അന്വേഷണം വരട്ടെ എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിൽ നിലപാട്. CBIയുടെ രാഷ്ട്രീയ വിഷയങ്ങളും രാഷ്ട്രീയ ചാവും ഒക്കെ നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഇതൊന്നും അന്ന് സോളാർ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വനിത മുഖ്യമന്ത്രിയെ സമീപിക്കുന്ന സമയത്ത് അന്നത്തെ രാഷ്ട്രീയ വിഷയമൊന്നും സർക്കാരിന് ബുദ്ധിമുട്ടായിട്ടില്ലെങ്കിൽ ഈ വിഷയത്തിൽ വിശ്വാസികളുടെ സംശയം മാറ്റാൻ ഒരു CBI അന്വേഷണം വരുന്നതിൽ എന്തിനാണ് സർക്കാർ ഭയക്കുന്നത്? സർക്കാർ ആ CBI അന്വേഷണം പ്രഖ്യാപിക്കണം, പക്ഷേ ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിന് ശേഷം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. Meet the editors.